ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാണ് വിളിച്ചിരിക്കുന്നത്. നമ്മൾ വന്ന് നോക്കാൻ നേരത്തെ അതിൻ്റെ യൂണിറ്റിൻ്റെ ഫ്യൂസ്, അതിൻ്റെ ഇൻഡോർ യൂണിറ്റിൻ്റെ ഫ്യൂസ് പോയിരിക്കുകയാണ്. അങ്ങനെ നമ്മളത് യൂണിറ്റ് ഇളക്കി അതിൻ്റെ ഫ്യൂസ് എടുക്കണം. ഫ്യൂസ് എടുത്തിട്ട് വേറൊരു ഫ്യൂസ് ഇടണം. അതിനകത്ത് പവർ സപ്ലൈ ചെക്ക് ചെയ്തപ്പം പവർ സപ്ലൈ ഒക്കെ വരുന്നുണ്ട്. അപ്പം എന്താ കാരണത്തിലായാലും പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട് സൈഡിൽ ഇരിക്കുന്ന ഇതിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ കോൺടാക്ട് സ്വിച്ച് ഷോർട്ടായിട്ടാണ് ഇതിൻ്റെ ഫ്യൂസ് പോകാൻ കാരണം. അങ്ങനെ നമ്മൾ ആ യൂണിറ്റിനെ നമ്മളതിൻ്റെ കവറെല്ലാം, അതിൻ്റെ ഫുൾ കവറെല്ലാം ഇതാണ് അതിൻ്റെ ഫ്യൂസ് അതിൽ കിടന്ന്. ഇപ്പോൾ ഇനി ഫ്യൂസ് മാറിയിട്ട് നമുക്ക് വേറെ ഫ്യൂസ് വേണം. അപ്പം തൽക്കാലം നമ്മൾ അന്ന് എടുത്ത് ചെക്ക് ചെയ്യാനായിട്ട് എടുത്തതാണ് ബോർഡ്. ഇനി ഫുള്ള് അതിൻ്റെ കവറെല്ലാം ഇളക്കി ഇനിയിപ്പോൾ നമുക്ക് പുതിയൊരു ഫ്യൂസ് കൊണ്ടുവരണം. ഫ്യൂസ് കൊണ്ടുവന്നിട്ട് അതിനകത്ത് പുതിയൊരു ഫ്യൂസ് ഇടണം. അപ്പോൾ നമ്മളെ ഏകദേശം ഇപ്പം പുതിയ വേറൊരു ഗ്ലാസ് ടൈപ്പിലെ ഫ്യൂസാണ് കിട്ടിയിരിക്കുന്നത്. സെയിം ഫ്യൂസ് ആണ്, അതിൻ്റെ ആംബിയർ സെയിം ആണ്, അതിൻ്റെ ഗ്ലാസ് ടൈപ്പാണ്. അപ്പം അത് നമുക്ക് അതിനകത്ത് ഇടണം. അതിന് ശേഷം നമുക്കൊന്ന് ഓണാക്കി ചെക്ക് ചെയ്ത് നോക്കണം. നമ്മൾ അതിനകത്ത് ആ ഫ്യൂസ് എടുത്തിട്ട്, അത് ഫ്യൂസ് ഉള്ളിലാണ്, അത് കാണാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ സൂം ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും നമ്മൾ ഫ്യൂസ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതൊന്ന് ഓണാക്കി ചെക്ക് ചെയ്യണം. ഓണാക്കി ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കവറിടണം. നമ്മൾ ഏകദേശം അതെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കത് ഓണാക്കി നോക്കാം. ഫ്യൂസ് ഇപ്പം മെയിനായിട്ടും അതിൽ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ചെറിയ ഷോർട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ആ ഫ്യൂസ് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ആൾറെഡി ഓണായി 24 ഡിഗ്രിയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഫുൾ കവർ ഇടണം. കവർ ഇട്ടതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ചെക്ക് ചെയ്യണം. ഇപ്പം ഫ്യൂസ് പോകാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ മെയിനായിട്ട് എന്തെങ്കിലും ചെറിയ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ, അതിൻ്റെ കോൺടാക്ട് സ്വിച്ച് അല്ലെങ്കിൽ കപ്പാസിറ്ററിന് അവിടെ എന്തെങ്കിലും ഒരു ഷോർട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൾറെഡി ഇൻഡോർ ചെയ്യുന്നതിൻ്റെ ഫ്യൂസ് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത് ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഫുള്ള് ടോട്ടലി നമുക്കൊന്നും വർക്ക് ചെയ്യത്തില്ല. മെയിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട അതിൻ്റെ പവർ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫ്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇനി പുതിയൊരു വീഡിയോ അടുത്ത